ശ്രീ വൈശ്രവണ മഹാക്ഷേത്രം ചെറിയ പറപ്പൂർ. ശ്രീ കുബേരൻ്റെ കൃപയോടെ സമൃദ്ധിയിലേക്കുള്ള ഒരു ദിവ്യദർശനം. കേരളത്തിൽ അപൂർവമായി കാണുന്ന കുബേരക്ഷേത്രങ്ങളിൽ ഒന്ന്. ഇവിടെ വന്ന് ഒരു നാണയപ്പറ നടത്തിയാൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ കടബാധ്യതകളും മാറ്റി ഗൃഹത്തിനും തൊഴിലിനും പൂർണ്ണ സമ്പത്ത് നിലനിൽക്കും എന്നാണ് പറയപ്പെടുന്നത്. ധനദൈവം കുബേരൻ്റെ ദർശനം മനസ്സിൻ്റെ സമാധാനത്തിനും സമ്പത്തിനും മികച്ചുള്ളൊരു വഴി. മേൽശാന്തിയുടെ വാക്കുകളിലേക്ക്. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഞാൻ വൈശ്രവണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഏക വൈശ്രവണ വിഗ്രഹ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. അത് 19-ാം നൂറ്റാണ്ടിൽ വെട്ടത്തെ രാജാവ് കൽപ്പിച്ച് നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിന്റെ പാരമ്പര്യം അതാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഇഷ്ടദേവന്റെയും നമ്മുടെ പ്രാർത്ഥന ധർമ്മദൈവങ്ങളുടെയൊക്കെ ഫലം കൊണ്ടും അനുഗ്രഹം കൊണ്ടും യോഗമുള്ളവർ മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അടുത്ത് വൈശ്രവണന്റെ മുൻപിൽ ധനാധിപനായിരിക്കുന്ന കുബേരന്റെ മുമ്പിൽ നമ്മൾ എത്തിച്ചേർന്ന് വിശേഷാൽ വഴിപാടുകളുണ്ട്. പക്ഷെ വഴിപാടുകൾക്കപ്പുറം ഈ നാലമ്പലത്തിനുള്ളിൽ ഭഗവാനെ ദർശിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അങ്ങനെ നിയോഗമുള്ളവർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കുവാൻ ആണ് ശ്രമിക്കേണ്ടത്. അതിന് എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാന്റെ നാമധേയത്തിൽ എത്തിച്ചേരുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ വഴിപാടുകൾ: വൈശ്രവണ പൂജ, കുബേരലക്ഷ്മി പൂജ, നാണയപ്പറ, കുബേരാഷ്ടോത്തര മന്ത്രാർച്ചന, ജന്മനക്ഷത്ര പൂജ, കുബേരലക്ഷ്മി മന്ത്രാർച്ചന, ശ്രീ സൂക്ത മന്ത്രപുഷ്പാഞ്ജലി, പുരുഷസൂക്ത മന്ത്രപുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി, ഋണമോചന മന്ത്രപുഷ്പാഞ്ജലി, വിദ്യാമന്ത്രപുഷ്പാഞ്ജലി, പുഷ്പാഞ്ജലി, ലക്ഷ്മി കുബേര നെയ്വിളക്ക്, നെയ്ക്കിണ്ടി സമർപ്പണം എന്നിവയാണ്. വിശേഷാൽ പൂജകൾ: വലിയ നാണയപ്പറ, ഭഗവതി സേവ, ത്രികാല ഭഗവതി സേവ, ശ്രീലക്ഷ്മി പൂജ, ഒരു ദിവസത്തെ വിശേഷാൽ പൂജ, ചുറ്റുവിളക്ക്, നിറമാല, നിലവിളക്ക്, വിശേഷാൽ പൂജ എന്നിവയാണ്. ഇവിടെ ഈ കുബേരക്ഷേത്രം വിശ്വാസത്തിൻ്റെ വിളക്കായി തെളിയുന്നു. എല്ലാവരുടെയും സമ്പൽ സമൃദ്ധിക്ക് പ്രാർത്ഥിച്ചു.